ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെയിൻ ഡ്രോപ്പ് സ്പേസ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്ട്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ഡോക്ടേഴ്സിന് ഹോങ്കോങ്ങിലോട്ട് ഓവർസീസ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടേഴ്സിനെ എടുക്കുന്നുണ്ട്, അതും വിത്തൗട്ട് ലൈസൻസ് എക്സാമിൽ എടുക്കുന്നുണ്ടെന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് സാലറി തന്നെ സ്പോൺസർ ചെയ്തിട്ടാണ് ഹോങ്കോങ് ഇപ്പോൾ മെഡിക്കൽ ഡോക്ടേഴ്സിനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോൾ പല ആൾക്കാർക്കും പല ഡോക്ടേഴ്സിനൊക്കെ ഡൗട്ട് ഉണ്ടാവും മെഡിക്കൽ കൗൺസിലിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളും അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ചെറിയൊരു ബ്രീഫായിട്ടൊരു മെഡിക്കൽ കൗൺസിൽ ഹോങ്കോങ്ങിനെ കുറിച്ചൊരു ബ്രീഫായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഏത് രാജ്യത്തെ പോലെ തന്നെ അവിടെയും ലൈസൻസും കാര്യങ്ങളും എല്ലാം വേണ്ടതാണ്. അപ്പോൾ ഹോങ്കോങ് മെഡിക്കൽ കൗൺസിലിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്, ചെറിയൊരു ബ്രീഫ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഹോങ്കോങ്ങിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ഹോങ്കോങ് മെഡിക്കൽ കൗൺസിലിനെ കുറിച്ചുള്ള വീഡിയോ ഇടുന്നത്. അപ്പോൾ ലെറ്റസ് ബി, നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹോങ്കോങ് മെഡിക്കൽ കൗൺസിൽ എന്നുള്ള ഒരു ഇത് നമുക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്ത് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും റെഫർ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ലിങ്ക് വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോങ്കോങ് മെഡിക്കൽ കൗൺസിലിൻ്റെ ഇതെടുത്തു. അപ്പോൾ ഇതാണ് ഹോങ്കോങ് മെഡിക്കൽ കൗൺസിലിങ്ങിൻ്റെ അത് നമ്മളുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ തന്നെ ഏകദേശം അതേ ഒരു സാമ്യമുള്ളൊരു എംബ്ലോക്കെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ എടുക്കുന്നത് സ്പെഷ്യൽ ആൻഡ് ലിമിറ്റഡ് രജിസ്ട്രേഷൻ പാത്വേ ത്രൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇവിടെ പോയാലാണ് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുക. രജിസ്ട്രേഷൻ ഫോർ മെഡിക്കൽ പ്രാക്ടീഷണൽ, രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ്, അതിൽ ഫുൾ രജിസ്ട്രേഷൻ ഉണ്ട്, അതുപോലെ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ഉണ്ട്, ലിമിറ്റഡ് രജിസ്ട്രേഷൻ ഉണ്ട്, ടെമ്പററി രജിസ്ട്രേഷൻ ഉണ്ട്, സ്പെഷ്യൽ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ എന്താ പറയുക, ഡോക്ടേഴ്സിനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ എടുക്കുന്ന ഡോക്ടേഴ്സിനെ എടുക്കുന്ന കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിമിറ്റഡും അല്ലെങ്കിൽ സ്പെഷ്യൽ രജിസ്ട്രേഷനും കാറ്റഗറി വഴിയായിട്ടാണ് ഡോക്ടേഴ്സിനെ എടുക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു സ്കീം വഴി, അതായത് ഒത്തിരി ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും അവർ മാത്രമല്ല ബാക്കി ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഒക്കെ വേക്കൻസി വന്നിട്ട് ഹോങ്കോങ്ങിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബില്ല് പാസ്സാക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ലിമിറ്റഡ് രജിസ്ട്രേഷൻ നോക്കാം. അപ്പോൾ ലിമിറ്റഡ് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഏത് കാറ്റഗറിയാണ്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളാണ് വേണ്ടത്, പിന്നെ അവരുടെ എംപ്ലോയ്മെൻറ്റ് കാറ്റഗറി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അപ്ലിക്കേഷൻ ഫോംസ് ആൻഡ് ഗൈഡൻസ് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അപ്ലിക്കേഷൻ ഫോംസുകൾ ഇതിൻ്റെ അകത്ത് PDF ഫോമാറ്റിലാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ ഓരോ ഇതിനും വേണ്ട കാറ്റഗറിക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഫോമുകളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ PDF എല്ലാം നമുക്ക് ആവശ്യമുള്ളവർ അത് ഡൗൺലോഡ് ചെയ്ത് അത് ആവശ്യമുള്ളത് ഇതിലിപ്പോൾ ഇതാണ് ലിമിറ്റഡ് പാർട്ട് കണ്ടോ, ഇതാണ് ലിമിറ്റഡ് രജിസ്ട്രേഷൻ്റെ കാറ്റഗറി വരുന്നത്. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞു സ്പെഷ്യൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് വരുന്നത്. സ്പെഷ്യൽ രജിസ്ട്രേഷൻ പാർട്ട് 5 സ്പെഷ്യൽ രജിസ്ട്രേഷൻ. അപ്പോൾ ഇതിൻ്റെ അണ്ടറിലുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഡോക്ടേഴ്സ് ഇതിൻ്റെ ഗൈഡൻസ് അതിനനുസരിച്ച് പ്രിഫർ ചെയ്ത് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെയാണ് ചെയ്യേണ്ടി വരിക. ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഇപ്പോൾ നമുക്ക് പ്രസൻ്റ്ലി ഒന്നും ചെയ്യേണ്ട. സെലക്റ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ഹെൽത്ത് ഹോസ്പിറ്റൽ അതോറിറ്റി തന്നെ അതിൻ്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ആ സമയത്ത് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ രജിസ്ട്രേഷൻ്റെ പാർട്ട് 5ൻ്റെയും എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഏത് രീതിയിലാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ ഡോക്ടേഴ്സ് എന്തായാലും ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ ഇപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്.
അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് സപ്പോർട്ടീവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.